മറ്റു കുട്ടികളെ പോലെയല്ല. നമ്മുടെ കുട്ടിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പാരന്റ്സിന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഇനി പറയാൻ പോകുന്ന 6 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുക. വാട്ട്സ് ദ കണ്ടീഷൻ ഓഫ് മൈ ചൈൽഡ്? എന്റെ കുട്ടിയുടെ അവസ്ഥ എന്താണ്? നമ്മുടെ കുട്ടിക്ക് വെറും ഒരു സ്പീച്ച് ഡിലേ മാത്രമാണോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശാരീരികമോ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ? അല്ലെങ്കിൽ അവര് ADHD അല്ലെങ്കിൽ ഓട്ടിസം പോലുള്ള കണ്ടീഷനിലേക്ക് മാറാനുള്ള റിസ്ക് ഉണ്ടോ? തുടങ്ങിയവയെല്ലാം കണ്ടെത്തുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ പടി. രണ്ടാമത്തെ ചോദ്യം, ഹൗ ഈസ് മൈ ചൈൽഡ് ഡയഗ്നോസ്ഡ്? നമ്മൾ എങ്ങനെയാണ് കുട്ടിയെ ഡയഗ്നോസ് ചെയ്യുന്നത്? കുട്ടിയുടെ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് സയന്റിഫിക് അസസ്മെന്റിലൂടെയാണ് കുട്ടിയുടെ കണ്ടീഷൻ മനസ്സിലാക്കുന്നത്. ഇത് ചിലപ്പോൾ ഏതാനും മണിക്കൂറുകൾ മുതൽ 4-5 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊസീജിയറാണ്. സൈക്കോളജിസ്റ്റ്, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, ഫിസിയോതെറാപ്പിസ്റ്റ് തുടങ്ങി ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽസ് ആണ് ഈ ഒരു അസസ്മെന്റ്സ് എല്ലാം ചെയ്യുന്നത്. ദയവ് ചെയ്തൊരു കാര്യം മനസ്സിലാക്കുക, ഒരു പ്രോപ്പർ ഇവാലുവേഷൻ ഇല്ലാതെ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ കുട്ടിക്ക് പിന്നീട് അത് ശരിയായിക്കോളും, നിങ്ങൾ വെയിറ്റ് ചെയ്തോളൂ എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ ദയവ് ചെയ്ത് എടുക്കാതിരിക്കുക. വേർ ടു ഗെറ്റ് ഡയഗ്നോസ്? സിമ്പിൾ. നേരത്തെ പറഞ്ഞ പ്രൊഫഷണൽസ് അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു സ്ഥലത്തും നമുക്ക് കുട്ടിയുടെ ഡയഗ്നോസിസ് ചെയ്യാവുന്നതാണ്. വിച്ച് തെറാപ്പി ഈസ് ബെസ്റ്റ് ഫോർ മൈ കിഡ്? എൻ്റെ കുട്ടിക്ക് ഏറ്റവും നല്ല തെറാപ്പി ഏതാണ്? ശരിക്ക് ഓരോ കുട്ടിക്കും ഓരോ രീതിയിലാണ് തെറാപ്പികൾ പോകുന്നത്. അതുകൊണ്ട് കുട്ടിയെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം കൺസേൺഡ് തെറാപ്പിസ്റ്റ് ഏത് തെറാപ്പിയാണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ചാർട്ട് ചെയ്യുകയും അതിൻ്റെ കൃത്യമായ ഇടവേളകളിൽ തെറാപ്പി എടുക്കുകയാണ് വേണ്ടത്. വെൻ ടു സ്റ്റാർട്ട് ദ തെറാപ്പി? എപ്പോഴാണ് നമ്മൾ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഒറ്റ ഉത്തരവേ ഉള്ളൂ, ആസ് ഏർലി ആസ് പോസിബിൾ. നമ്മൾ കുട്ടിയെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുക. ഏർലി ഇന്റർവെൻഷന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താം. ആറാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള ചോദ്യം, ഓട്ടിസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും പാരന്റ്സിന്റെ മനസ്സിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്, വൈ ദിസ് ടു മൈ ചൈൽഡ്? എൻ്റെ കുട്ടിക്ക് എന്തുകൊണ്ടാണ് ഓട്ടിസം വന്നത് എന്നുള്ളത്. ദയവ് ചെയ്ത് ഈ ചോദ്യത്തിന്റെ പുറകെ പോവാതിരിക്കുക. ഇതൊരു മൾട്ടി ഫാക്ടോറിയൽ ആയിട്ടുള്ള കണ്ടീഷനാണ്. ശാസ്ത്രലോകം ഇന്നേ വരെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം എന്തുകൊണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടില്ല. താങ്ക് യു. നമസ്കാരം.